ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനിയുടെയും അതുപോലെ തന്നെ 8ൽ നിൽക്കുന്ന രാഹുവിൻ്റെയും 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവിൻ്റെയും ഒക്കെ ദോഷമുണ്ട്. ഒപ്പം ശുക്രൻ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ 6ൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ സംഭവം അല്ലെങ്കിൽ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. രാഹുവിൻ്റെ അഷ്ടമത്തിലെ നിലയും ശുക്രൻ്റെ 6ലെ നിലയും തീർച്ചയായിട്ടും സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്കിപ്പോൾ വേദനയോ വിഷമമോ അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപമാനമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രത്യേകമായ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും തരത്തിൽ സംശയത്തിനിട വരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അത് കുടുംബകലഹത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയും കാണുന്നു. എന്നാൽ 6ൽ നിൽക്കുന്ന ചൊവ്വയും സൂര്യനുമൊക്കെ ഇവർക്ക് വളരെ ഗുണം ചെയ്യും. 14-ാം തീയതിക്ക് ശേഷം സൂര്യൻ 7ാം ഭാവത്തിലേക്ക് പോവുകയും ശുക്രൻ 6ൽ നിൽക്കുകയും ചെയ്യുന്നതൊന്നും ഒട്ടും നല്ലതല്ല ചിങ്ങക്കൂറിന്. അതുകൊണ്ട് 14-ന് ശേഷം കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷം കാണുന്നുണ്ട്. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസരം ഉണ്ടാകുകയും ചെയ്തേക്കാം. എന്നാൽ സാമ്പത്തികമായ നേട്ടം 2ാം ഭാവാധിപൻ അതുപോലെ 11ാം ഭാവാധിപനും ആയ ബുധൻ പോയി നിൽക്കുന്നതും 6ലാണ്. ബുധൻ്റെ 6ലെ നില അത്രയ്ക്ക് ദോഷമല്ല. അത് ചൊവ്വയുടെ കൂടെ യോജിച്ച് നിൽക്കുന്നതിനാൽ കർമ്മരംഗത്ത് ചില സാഹസികമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വയ്ക്ക് കുറച്ചുകൂടി അനുകൂലമായ 4ാം ഭാവത്തിൻ്റെയും 9ാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയാണ് 6ൽ നിൽക്കുന്നത്. ചൊവ്വ അവിടെ ഉച്ചസ്ഥനാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ശുഷ്കാന്തിയും കായബലവും മനോബലവും ഒക്കെ ഇവർക്കിപ്പോൾ കാണിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. എന്നാൽ ശരീരത്തിൽ മുറിവോ ഉദര സംബന്ധമായ അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. പൊതുവേ ഭാഗികമായിട്ടാണെങ്കിലും അല്പം സാമ്പത്തികമായ നേട്ടം ഈ ആഴ്ച ഉണ്ടാകുന്നു. എന്നാൽ മറ്റു ചില കാര്യങ്ങളിലൊക്കെ തന്നെയും മോശാവസ്ഥ ഇവരെ പിന്തുടരുന്നതാണ്. അതുകൊണ്ട് ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11ാം തീയതി നല്ലതാണ്. പിന്നെ 16 ഉച്ചയ്ക്ക് ശേഷം 17 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്.